ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു പുഴുങ്ങുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പുഴുങ്ങുണ്ട എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തേക്ക് കോഴിക്കട്ട എന്ന് പറയും. നമ്മളിവിടെ പുഴുങ്ങുണ്ട എന്നാണ് കേട്ടോ പറയുക. ആവിയിൽ വേവിച്ചിട്ട് പുഴുങ്ങിയെടുക്കുന്നതിനാണ് പുഴുങ്ങുണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആയിട്ട്, അതായത് ആ ശർക്കരയുടെ പാനിയൊന്നും പുറത്തേക്ക് പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ എല്ലാം കാണണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനൊരു 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ആ ശർക്കര പാനിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി മെൽറ്റായപ്പോൾ ഞാനതൊന്ന് അരിച്ചെടുത്തിട്ട് ആ പാത്രത്തിലേക്ക് രണ്ടാമതും ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1.5 മുറി നാളികേരം ഞാൻ എടുത്തത്, ഒരു 1.5 മുറി നാളികേരം എടുത്തിട്ട് ഞാനിതിലേക്ക് ആ ശർക്കര പാനിയിലേക്ക് ഞാൻ നന്നായി ഇടുന്നുണ്ട്. ഗ്യാസ് സിമ്മിലാക്കണം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂണ് ഏലക്കാപ്പൊടി, ഒരു 1/4 സ്പൂണ് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് അത് ഒഴിവാക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചുക്കുപൊടി ഇടാം. ഞാൻ ഇവിടെ ചുക്കുപൊടി ഇടുന്നില്ല. പിന്നെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഇതൊന്ന് ഡ്രൈ ആവുന്ന വരെ ഇളക്കണം. അത് ഒന്ന് സൈഡിലേക്ക് ഞാൻ വെച്ചിട്ട് പിന്നെ ഞാൻ അരിപ്പൊടി കുഴയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു 1.5 കപ്പ് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര, ഒരു 1.5 സ്പൂണ് പഞ്ചസാരയും പിന്നെ ടേസ്റ്റിന് നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അരിപ്പൊടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കപ്പാണ് അരിപ്പൊടി ഇവിടെ എടുത്തത്. നിങ്ങൾക്ക് ആവശ്യത്തിന് അരിപ്പൊടി കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം. അങ്ങനെ ഈ തിളച്ച വെള്ളം ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് ഈ മാവെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിക്കണം. മുഴുവനായിട്ട് വെള്ളം ഫസ്റ്റ് തന്നെ ഒഴിക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിലപ്പോൾ പൊടിയിലേക്ക് വെള്ളം കൂടുതലായി എന്ന് വരും. അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി, ഈ ചെറിയ പാത്രത്തിലാണ് ഞാൻ നന്നായി ഇളക്കിയിട്ട് വെച്ചിട്ട് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇത് ഇടുന്നുണ്ട്. മാവിന് കുറച്ചും കൂടി മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.5 സ്പൂണ് പഞ്ചസാരയും കൂടി ഇതിൽ ഇപ്പോഴും ചേർത്തിട്ടുണ്ട്. നേരത്തെ വെള്ളത്തിലും ഞാനൊരു 1 സ്പൂണോളം 1.5 സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി മാവിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മധുരം അറിയാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മധുരം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി അതൊന്ന് സ്മൂത്തായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ നമ്മൾ ആ ശർക്കരയിൽ നാളികേരമൊക്കെ ആക്കി വെച്ച് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നെയ്യിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഞാനതൊക്കെ ഒരു ചെറിയ ബോളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തട്ട് ആവിക്ക് വെച്ചിട്ട് അതിലേക്കൊരു വാഴയുടെ ഇലയാണ് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാഴയുടെ ഇല ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. എന്നിട്ട് ഞാൻ നന്നായി കൈ വെച്ച് ഇതുപോലെ മാവ് നന്നായി ഉരുട്ടിയെടുക്കുന്നുണ്ട്. ബോൾ രൂപത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നടുക്ക് നമ്മളൊന്ന് കൈ നനച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് എണ്ണയിൽ മുക്കിയിട്ടോ ഒന്ന് നടുക്ക് ഒന്ന് കുഴിയാക്കി കൊടുക്കണം. സാധാരണ നമ്മൾ പുഴുങ്ങുണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് ഈ ശർക്കരയുടെ ആ ഒരു ശർക്കരപ്പാനി ഫുള്ള് ഇങ്ങനെ ഒലിച്ചിറങ്ങും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ തീരെ ശർക്കര പുറത്തേക്ക് പൊട്ടി ഒലിച്ച് പോവുകയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. തീരെ ഈ ഉണ്ട പൊട്ടുകയില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇതുപോലെ കുഴിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഉണ്ട ഇതിലേക്ക് ഡ്രൈ ആയ ഉണ്ടയാണ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇതിലേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് രണ്ട് ഭാഗം കൂടി ഇങ്ങനെ ഇതുപോലെ പ്രസ് ചെയ്ത് ഇതുപോലെ ആക്കി വെച്ചിട്ട് നന്നായി ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ കൈ വെച്ച് ഉരുട്ടുമ്പോൾ ഒരുവിധം ഷേപ്പ് ഇങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കൈ വെച്ചൊന്ന് റെഡിയാക്കിയിട്ട് ആ ഹോൾസൊക്കെ ഒത്തിരി വെള്ളം തൊട്ട് അവിടെയൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഹോൾസൊക്കെ കംപ്ലീറ്റ് അടയും. പിന്നെ നമ്മൾ വലിയ ഒരു പ്ലേറ്റിലേക്ക് ഇത് വെച്ച് നന്നായി ഇതുപോലെ കൈ വെച്ച് ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞാൽ കുറച്ച് എണ്ണയും കൂടി ആ പ്ലേറ്റിൽ തടവിയിട്ട് നന്നായി ഒന്നിങ്ങനെ ഉരുട്ടിയെടുത്താൽ നല്ല ബോൾ ഷേപ്പിൽ നിങ്ങൾക്ക് ഈ ഉണ്ട കിട്ടും. കണ്ടോ, ഇതുപോലെ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് മാവിന് നല്ല മധുരമുള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ഞാൻ എല്ലാം ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്തായാലും. ഇത് നല്ല സുഖമാണ്. നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴച്ച് ബാക്കി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നൂൽപ്പെട്ടിനൊക്കെ മാവ് കുഴച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴേക്കും നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റ് കൊണ്ട് ഇത് ആയി കിട്ടും. കുട്ടികളാണെങ്കിൽ കഴിച്ചോളൂ. എണ്ണ ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു പലഹാരമാണ്. അങ്ങനെ ഞാൻ ഒരു ഇഡ്ഡലി ചെമ്പ് ആവിക്ക് വെച്ച് അതെല്ലാം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ 5 എണ്ണമാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഫസ്റ്റ് തട്ടിൽ ഞാൻ 1 വെച്ചത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് മതി. അപ്പോൾ രണ്ടാമത്താണെങ്കിൽ 4 വെച്ചിട്ടുണ്ട്. കണ്ട, ഒരു ഇത്തിരി പോലും
ഒന്ന് പൊട്ടിയിട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ശർക്കര പുറത്തേക്ക് പോയിട്ടോ ഇല്ല. അത്രയും നല്ല പെർഫെക്റ്റായിട്ട് ഇത് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്